നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണല്ലേ. പക്ഷേ ഈ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആ എയിമിലേക്ക് എത്താനായിട്ട് നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ എയിമിലേക്ക് എത്താറുമില്ല. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ ശ്രമങ്ങളില്ലാത്തത് കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സിമ്പിളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്ന് ഉള്ള ഒരു ചെറിയ കുഞ്ഞു ടിപ്സാണ്. ഇതെനിക്ക് നിങ്ങൾക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഒരു ലക്ഷ്യം, ഇപ്പം ചിലർക്ക് വായിക്കാനായിരിക്കും, ചിലർക്ക് പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായ സ്വപ്നമുണ്ടല്ലോ. ആ സ്വപ്നം നിങ്ങൾ എഴുന്നേൽക്കുന്ന നിങ്ങളുടെ കട്ടിലിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിന് നേരെയായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ഒരു കാര്യം കണ്ടുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഒരാഗ്രഹം ഉണ്ടാകും, ഇതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകാനായിട്ട് തുടങ്ങും. പിന്നെ രണ്ടാമതായിട്ട് ചെറിയ കുഞ്ഞു ലക്ഷ്യങ്ങളായിരിക്കണം ആദ്യം നമ്മൾ എയിം ചെയ്യേണ്ടത്. വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് ഈ കുഞ്ഞു ലക്ഷ്യങ്ങൾ നമ്മളെ സഹായിക്കും. ഉദാഹരണമായിട്ട് ഇപ്പം എനിക്ക് 2 മണിക്കൂർ പഠിക്കണം എന്നതിന് പകരം ഒരു 20 മിനിറ്റ് പഠിക്കണം എന്നത് 20 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആ 2 മണിക്കൂർ എന്നുള്ളത് എയിം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ സാഹചര്യമാണ് നമ്മുടെ സ്വപ്നങ്ങളെ കൈവരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സാഹചര്യം, നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മഴയും മഞ്ഞും പോലെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ എയിമിലേക്ക് ചെല്ലാതിരിക്കാനുള്ള തടസ്സമല്ല. കാരണം അത് നമ്മളെ കൂടുതൽ ഊർജം ആക്കാനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ എന്ത് സാഹചര്യമാണോ അതിനെ മാറ്റി വെച്ച് അല്ലെങ്കിൽ അതിനെ മറന്നുകൊണ്ട് നമ്മുടെ എയിമിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊരു പ്രോഗ്രസ് ട്രാക്ക്, അതായത് ഒരു കലണ്ടർ വെക്കുക. എന്നിട്ട് ആ കലണ്ടറിൽ എല്ലാ ദിവസവും നിങ്ങളുടെ ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ എന്ത് കാര്യം ചെയ്തു, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് കുറിച്ച് വെച്ച് അതിനൊരു ടിക്ക് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഒരു ദിവസം പോലും എനിക്കിന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കരുതരുത്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ആ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സ്വാഭാവികമായിട്ട് അതിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹമായിട്ട് തോന്നും. പിന്നെ ചില കാര്യങ്ങൾ ചില ദിവസം നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ സമയത്ത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ എന്നതിനേക്കാട്ടിൽ കൂടുതൽ റെഗുലറായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തെങ്കിലും പ്രയോജനമുണ്ട്. ഒരു കുഞ്ഞു കഥയും കൂടെ പറയട്ടെ. ഒരു കല്ല് പണിക്കാരന് ഒരു റോഡിൽ നിന്ന് ഈ കല്ല്, വലിയൊരു കല്ലാണ്, ഒരിക്കലും അടിച്ച് തകർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 1 പ്രാവശ്യം അടിച്ചു, 2 പ്രാവശ്യം അടിച്ചു, 10 പ്രാവശ്യം അടിച്ചു, 50 പ്രാവശ്യം അടിച്ചു. അപ്പോൾ ഈ വഴിയിൽ കൂടെ പോയ മനുഷ്യരെല്ലാം ഇദ്ദേഹത്തെ നോക്കി കളിയാക്കി, ഇയാളെന്താ വട്ടനാണോ, ഇയാൾക്ക് അറിയത്തില്ലേ ഈ കല്ല് തകർക്കാൻ പറ്റത്തില്ല എന്ന് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ ഇങ്ങനെ കളിയാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്ന കുറേ പേരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ വീണ്ടും ചെയ്തുകൊണ്ട് ഇരുന്നു. അങ്ങനെ അവസാനം 100ാമത്തെ അടിയായപ്പോൾ ഈ കല്ല് 2ആയിട്ട് തകർന്നു പോയി. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ശ്രമം പരാജയപ്പെട്ടില്ലല്ലോ, വെറും ആ 99 അടിയും പാഴായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ 99 അടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവസാനത്തെ 100ാമത്തെ അടിയല്ല, 99 അടികളും ചേർന്നാണ് ഇതിനെ തകർത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നമ്മുടെ എയിമിലേക്ക് എത്താൻ നമ്മൾ ചിലപ്പോൾ നമുക്ക് ആ ഫലം കാണാത്തപ്പോഴൊക്കെ നമ്മൾ നിർത്തിപ്പോകും, അല്ലേ, നമ്മൾ മടുത്തു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു ടിപ്സ് നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ എന്ത് സ്വപ്നമാണോ അതിനെ നേടിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ്, അല്ലേ.